അസ്സലാമലൈക്കും, വെൽക്കം ടു ഐഷാസ് വ്ലോഗ്. ഞാനൊരു ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഒരു മടി പിടിച്ചിരുന്നു, അതാണ് മെയിൻ കാരണം. അതനുസരിച്ച് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചത് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് റെഡിയാക്കി പെട്ടെന്ന് ഒരു ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 പേരും വെറുതെ ഡ്രസ്സ് എടുത്തിട്ട് പെട്ടെന്ന് രാത്രി പെട്ടെന്ന് വിചാരിച്ചെടുത്താൽ കേട്ടോ എടുക്കുന്ന ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ നമുക്ക് പോകാം. അതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോകാം. ബാ. എൻ്റെ അനിയത്തി പിസ്സ ഫാത്തിമ, വീട്ടിൽ ഫാത്തിമ എന്ന് വിളിക്കും. പിസ്സ ഫാത്തിമ എന്നൊക്കെ വിളിക്കും. പിസ്സ എസ് ഫാത്തിമ. ഇത് എൻ്റെ സ്വന്തം ഉമ്മിയുടെ ഇത്താടെ മോള്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും നാളിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു സമയം, എൻ്റെ ജീവിതത്തിലെ ഒരു സമയം നമ്മൾ എഴുതി വെക്കുവാണ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു തുടക്കം. അതുകൊണ്ട് എന്നെ കാണിക്കണം. എന്നെ കാണുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്നെ ഞങ്ങളിവിടെ അടച്ചിട്ടില്ല. നമുക്ക് അവനിങ്ങനെ വന്ന് കയറി നമ്മൾ ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് എവിടെയോ പോവാനാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ജനലിക്കൂടെ ഉമ്മി വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് എന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നത്? ഒരാളാണോ, വ്യക്തി അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്താ എഴുതണ്ടേ? അങ്ങനെ ഞാൻ എന്താ പറയുക, ഞാനിപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇപ്പോൾ ഇനി ഫ്യൂച്ചർ അല്ല പറയുന്നത്, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവണമെങ്കിൽ അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഞാൻ എനിക്ക് മൈൻഡ് ഫ്രീ ആയി ഞാൻ ഭയങ്കര ഹാപ്പി ആവണമെങ്കിൽ എന്താവണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത്രയും നാളിൻ്റെ ഇടയിൽ ഒരുപാട് പേടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഇത്രയും കാലം ഇതാണ് 2021 ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചതും ഏറ്റവും കൂടുതൽ പേടിച്ചതുമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ശരിയാ, രണ്ടെണ്ണം ഉണ്ട്. ശരിയാ, രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം എഴുതാം. ശരിയാ, നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു. ശരിയാ, രണ്ടെണ്ണം ഉണ്ട്. ഇയറും കൂടെ എഴുതണേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എനിക്ക് പോണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം 3 സ്ഥലം ഉണ്ടായിരിക്കും. പക്ഷെ പോവാൻ ആഗ്രഹമുള്ള പോയിട്ടുള്ള സ്ഥലമോ? എനിക്കറിയാം, പണ്ടോട്ടേ പറയുന്ന ഒരു സ്ഥലമാണ്. പണ്ട് തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോണം. ഇൻഷാ അല്ലാഹ് ഞാൻ പോകും. എന്നിട്ട് അവിടുന്ന് വ്ലോഗും എടുക്കും. യെസ്, അതിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം. എന്നാലും ആ സമയത്തൊക്കെ എനിക്ക് അവിടെ പോണെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് പറയുമ്പോൾ കുറെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ അത് ഞങ്ങള് കമ്പനി എന്ന് പറഞ്ഞാല് അവളെ ഇളയതാണല്ലോ. അപ്പൊ ഇപ്പോഴാണ് വലുതായത്. ഇപ്പൊ അവിടെ 10th ആയതുകൊണ്ട് ഇപ്പൊ നമ്മള് കുഞ്ഞായിരുന്നപ്പോ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സാധനം ഞാൻ
എനിക്ക് ഇവക്കെന്നല്ല വീട്ടിലുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എപ്പോഴും കഴിഞ്ഞോ? ഇനി ഞാൻ ഇപ്പൊ എന്തായാലും യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അനിവാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ. പറയത്തില്ല. ഇൻസ്റ്റ യൂട്യൂബ് എന്നും പറയാം, രണ്ടും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, യൂട്യൂബും ഉണ്ട്. എപ്പോഴും കാണുന്നൊക്കെ പറയുന്നത് ഞാൻ ഞാൻ എല്ലാവരെയും കാണട്ടെ, ഇഷ്ടം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നീ മിക്കപ്പോഴും പറയുന്ന രണ്ടുപേരുടെ കാര്യം പറയും, 2 കപ്പിൾസിന്റെ കാര്യം പറയാം. അപ്പോൾ പിന്നെ അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് ഒറ്റിക്കൊള്ളവരെയൊക്കെ പറയും. പക്ഷെ പിന്നെ ആൻസർ പറഞ്ഞുതരും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റ എനിക്ക് വേറെ അറിയത്തില്ല. ഇനി ഒരു കാര്യം, അയ്യോ അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ? 6. ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, റിഗ്രറ്റ് ചെയ്യുന്ന കുറെ കാര്യമുണ്ട് കേട്ടോ. പക്ഷെ അതില് റീസെന്റ് ആയിട്ട് വേറെയും കാര്യമുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് എന്ന് വെച്ചാൽ അത് വേണ്ടാതെ വേറെ ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇല്ല, പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, അത് വേണ്ടാതെ ആശുപത്രി, പക്ഷെ അതിനെ പറ്റി പറയുമ്പോ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ലാസ്റ്റ് ആൻസർ പറയട്ടെ, ആൻസർ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. തെറ്റാണോ? ക്വസ്റ്റ്യൻ കണ്ടില്ല. അടുത്ത 7ാമത്തെ എന്നെ കാണുന്നില്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും, കോളേജിലെ സ്കൂൾ എപ്പോഴും ആയിക്കോട്ടെ, എനിക്ക് കലോത്സവം ഐറ്റംസിലോ അല്ലെങ്കിൽ പെർഫോം ചെയ്യണമെന്നും ഞാൻ മിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഐറ്റം കലോത്സവത്തിൽ ഐറ്റം അല്ലേ? കലോത്സവത്തിലാണ്. അയ്യോ, രണ്ടെണ്ണം ഉണ്ട്, വേറെ ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര എന്താ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. എനിക്കത് ഭയങ്കര മിസ്സിങ് ആണ്. അത് ഞാൻ ചോദിക്കട്ടെ, ഹയർ സെക്കൻഡറി ആണോ ഹൈസ്കൂളിലാണോ? അങ്ങനെ പറയത്തില്ല. ഫുൾ എടുത്തോ. ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ട്. വിശ്വാസം. 8ാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. നോക്കരുത്. 8ാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. നമ്മള് സ്കൂളില് ജനഗണമന പാടുമല്ലോ. ഈ ജനഗണമന പാടിയിട്ട് നമ്മള് സ്കൂൾ വിട്ട് പോവല്ലോ. അങ്ങനെ ജനഗണമന പാടി കഴിയുമ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ള ഒരു സ്ഥലം. സ്കൂളിലാണോ കോളേജിലാണോ? സ്കൂളിൽ. അടുത്തത് കേൾക്കട്ടെ. 9th ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് ഫുഡ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, എനിക്കറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്. പക്ഷെ അത് ഇവരെന്തായാലും ഒഴിവെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നതാണ്. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. തീർച്ചയായിട്ടും എന്നും ഞാൻ കഴിക്കും, അത് വേറെ കാര്യം. എന്നാലും ഭയങ്കര ഇഷ്ടമുള്ള സാധനം എപ്പോഴും വാങ്ങിച്ചാലെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടമുള്ള കുറെ ഉണ്ടല്ലോ. ഞാൻ ഏതൊന്നും പറഞ്ഞു എഴുതി എനിക്ക് അറിഞ്ഞുള്ള കാര്യം. നമ്മൾ ഈ സാധനം വീട്ടിലുണ്ടാക്കും. വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത എന്താ ഉള്ള ഇപ്പൊ? അല്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിധപ്പെട്ടല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ല. അപ്പൊ നമ്മൾ ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. പറയരുത്, അത് പറഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യനാ മൊത്തം? 10. ലാസ്റ്റ് 10ാമത്തെ ലാസ്റ്റ്.
ഞങ്ങളുടെ ഫ്ലാറ്റിനകത്ത് ആരും ഒരു കളർ മേടിച്ചു. 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വീട്ടില് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യം. വീട്ടില് വെറുതെ ഇരിക്കുമ്പോഴാണോ അല്ലാണ്ടാണോ? വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും. രണ്ടു കാര്യം എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടുപേരും ഒരെണ്ണം എഴുതിയോ? പർട്ടിക്കുലർ ആയിട്ട് എഴുതണോ? അത് എന്ത് സംഭവമാണെന്ന് എഴുതണോ? അതാ ചെയ്തിട്ടുള്ള കാര്യമാണ്. ചെയ്യാൻ ഇഷ്ടമുള്ളത് തന്നെ ചെയ്യുമല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ചെയ്ത് അവൻ അതിന് ചെയ്തിട്ടില്ല എന്നത് ആൻസർ പറയുമ്പോൾ നീ അത് പറഞ്ഞത് എഴുതിയോ? കഴിഞ്ഞോ? ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇവളുടെ ആൻസർ ആദ്യം എഴുതി വെപ്പിക്കുന്നതായിരുന്നു. ഇല്ല ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, ഞാൻ സത്യം ആദ്യം പറഞ്ഞു. എന്തായാലും മാറ്റില്ല. ഇല്ല, ഞാൻ സത്യം പറയത്തുള്ളൂ. ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. രണ്ടുപേരും നോക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫേവറേറ്റ് ആയിട്ട്, അല്ല ഫേവറേറ്റ് അല്ല, എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ടച്ചിങ്ങോ ഭയങ്കര ഫീലിങ്സോ ഭയങ്കര മിസ്സിങ്ങോ എല്ലാം ഉള്ള ഒരു സമയം എൻ്റെ. അങ്ങനെ പറയും. ഇനിയും ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം എന്താണ് വേണ്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ആ സമയത്തേക്ക് തിരിച്ചു പോകണം എന്ന് പറയും. അതേത് സമയം? സ്കൂൾ ലൈഫ്. സത്യം എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് എവിടെ എത്തുന്നില്ല. കോളേജിലെ വൈബും ഒക്കെ വൈബോയി. പക്ഷെ എന്നാലും ആ ഒരു ഇത് ക്രിസ്ത്യോതിയിലെ ഫ്രണ്ട്സിനോ പോലും എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും പറ്റുന്നില്ല. കാര്യം എല്ലാം മറക്കെങ്കിൽ മൈൻഡ് ഭയങ്കര ഫ്രീ ആവും. ഇനി രണ്ടാമത്തെ അതിപ്പോ രണ്ടാമത്തെ കറക്റ്റ് 1 ഇട്ടോ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി അതെനിക്ക് സൈമുവാണോ? രണ്ടാമത് സൈമോ കറക്റ്റ് കേട്ടോ. മോന അവനിപ്പോ ഇങ്ങോട്ട് കയറ്റി അവൻ ഈ ട്രൈപോഡും വലിച്ചിട്ട് സ്റ്റാൻഡിൽ വെച്ചാൽ ഫോണും വലിച്ചിട്ട് അവൻ ഇവിടെ ഒന്നും ചെയ്ത് അവൻ ഒരുങ്ങി എന്ന് അവന്റെ വിചാരം നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കുന്നത്. അടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുക്കിംഗ് വീഡിയോയ്ക്കകത്ത് ലാസ്റ്റ് വന്നില്ലായിരുന്നു, അവനാണ് താരം. വന്നു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എടാ ഇരിക്കടാ പോലാ പോലാ, അവൻ പോടാന്നാണ് ഇവിടെ വിളിക്കുന്നത്. പോലാന്ന് വെച്ച് നമ്മളിവിടെ നാട്ടിടും. അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് കേട്ടി കഴിഞ്ഞാൽ അപ്പൊ നമ്മള് കഥ അടിച്ചിട്ടേക്കോ ഈ കാണിക്കാം കേട്ടോ. അവൻ ഏതെങ്കിലും വീഡിയോ ഞാൻ നല്ലോണം അവൻ സംസാരിക്കുന്നതൊക്കെ കൊടുക്കാം. അവന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അവനിങ്ങനെ ഒന്നാമത് അവൻ ജനിച്ച സമയം തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു എന്തോന്ന് അറിയില്ല, ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പം അവൻ എല്ലാം ഞാൻ അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ അവന്. അവനുണ്ടെങ്കിൽ പിന്നെ രസമാണ്. അവൻ ഇവിടുന്ന് കൊല്ലത്ത് പോയി കഴിയുമ്പോൾ ഭയങ്കര പോറാം, ഒരുമാതിരി വീട് ഉറങ്ങിയ പോലെയാവും. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ബ്ലോഗിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ തിരിച്ച് വയനാട് പോകും. അപ്പം മിസ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ അവനെ. മറ്റേത് അവന് മാസം എങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ നിൽക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവരെ ഞാൻ മാസം വയനാട് കൊണ്ടുപോയിട്ട് വരും. തേർഡ് ക്വസ്റ്റ്യനെ എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അയ്യോ സോറി, ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും പേടിച്ചതുമായിട്ടുള്ള സമയം. തേർഡ് ക്വസ്റ്റ്യൻ അതാ. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ, ഞാൻ ആൻസർ പറയട്ടെ. ഫസ്റ്റിലത്തത് സൈമൂന ഹോസ്പിറ്റല്, സെക്കൻഡ് ഇൻസിഡന്റ് അനീഷ് ഹോസ്പിറ്റൽ. ഇവരെല്ലാം ശരിയാക്കുവാ. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ടഫ് ആക്കായിരുന്നല്ലേ. ഒരു മാർക്കിന് രണ്ട് മാർക്ക് കൊടുത്തു. കാരണം അപ്പൊ 11 സാരയില്ല, എല്ലാം ശരിയാക്കുക രണ്ടും. അത് എന്റെ പൊന്നെ എനിക്ക് മറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം വാപ്പായും മോനും കേട്ടോ. രണ്ടാമത് സംഭവിച്ചത് വാപ്പാക്കും ഇതിന്റെ ഹസ്ബൻഡിനും മോനും. പിന്നെയും കോൾ ഒരു മിനിറ്റ്. 8:30 പോകണമെന്നല്ലോ. പെട്ടെന്ന് നമുക്ക്
അപ്പൊ ഇതിന്റെ കാര്യം കൊറോണ കേരളത്തില് അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൌൺ വരെ ചെയ്തത് കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഒക്ടോബർ 21 അല്ലേ, 21 അത് അടുത്ത് മറക്കാൻ പറ്റാത്ത സംഭവം. അനീഷ്ക പ്രതീക്ഷിക്കാൻ വൈകുന്നേരം ഞാൻ ഇവൾക്ക് മുടി വെട്ടാൻ വേണ്ടി പോവാമെന്നും പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. അന്നേരമാണ് ഷമീമായും ഷമ്മാടെ ഹസ്ബൻഡും കൂടി ഇങ്ങനെ കയറി വന്നിട്ട് പറഞ്ഞു ഭയങ്കര കോൾഡ് പറയുന്നില്ല എന്താ സംഭവം ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ അങ്കിള് പറഞ്ഞു അപ്പു വീണു, അനീഷ്കായ അപ്പു എന്നാ വീട്ടിൽ വിളിക്കുന്ന. അപ്പു ആക്സിഡന്റ് വണ്ടി ഇടിച്ചു, തല എങ്ങാണ്ട് അടിച്ച്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ കിട്ടിയതാണ് അനീഷ്കായ. അതും ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിഷമിച്ച് വേറൊരു സംഭവം ഭയങ്കര ഇതായിരുന്നു. അത് അങ്ങനെ പേടിച്ചൊരു കാര്യമായിരുന്നു. കാരണം ഇത് രണ്ടും ഇത് പോവും എന്ന് വെച്ചാൽ ആളെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതായത് രണ്ട് കാര്യം. ഇനി അടുത്തത് അവിടെ മൊത്തത്തിൽ ആദ്യം തൊട്ട് ഫുള്ള് സെന്റ് അല്ലേ. ഇനി കുറച്ച് ഇനി സെന്റ് ഇല്ലാണ്ടൊന്നും. നാലാമത് എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പാരീസ്. നീ എന്താ എഴുതിയേ? ഡൽഹിയോ? അത് ഡൽഹി വരെ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കാൻ കുന്നോളം ആഗ്രഹിക്കാലോ. അല്ല, അത് മാമ പറഞ്ഞു നിങ്ങൾ പെമ്പിള്ളേരല്ല, പെമ്പിള്ളേരൊക്കെ എവിടെയെങ്കിലും പോകുന്നു, നിങ്ങൾ പെമ്പിള്ളേർക്ക് എവിടെയെങ്കിലും മാമ പറഞ്ഞു. അതായത് ഇവിടെ പാപ്പ പറഞ്ഞു. അപ്പൊ മാമ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ആണോ വേറെ പോട്ടെ. അപ്പൊ മാമ പറഞ്ഞു ഞാൻ പോവും, നിങ്ങൾ പെമ്പിള്ളേര് എവിടെയെങ്കിലൊക്കെ പോവോ, അതിനെന്താന്നൊക്കെ പറഞ്ഞു. ഇനി ലോക്ക്ഡൌൺ കൊറോണ അറിയായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോകും, കുഴപ്പമൊന്നുമില്ല, ഗേൾസ് ഉള്ളി ട്രിപ്പ്. പക്ഷെ ഞങ്ങള് കൊച്ചിനെ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല, കൊച്ചിനെ ഞങ്ങൾ സൂക്ഷിച്ചു. അപ്പൊ ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ പറഞ്ഞതാണ് ഡൽഹി. അപ്പൊ ഞങ്ങള് ദൂരമുള്ള ഒരു സ്ഥലം പ്ലാൻ അല്ല, ഗോവയെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഗോവയെ നമ്മൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടൊരു വൈബ്, നമുക്ക് ബീച്ച് അങ്ങനെ വലിയ ഇതില്ല. നമുക്ക് ഡൽഹി ഉദ്ദേശിക്കുന്ന ഷോപ്പിംഗ് ആ ഒരു രീതി കുറച്ച് സമയം തരും. ഡൽഹി ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമ്മള് റീൽസ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഷോളൊക്കെ കറക്കി റീൽസ് ഒക്കെ എടുത്ത് പിന്നെ അവിടെ പോയി കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് പിന്നെ ഞാൻ എപ്പോഴൊക്കെ ഇവിടെ നാട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന പാരീസ്. ഞാൻ എന്റെ ബുക്ക് വാങ്ങിക്കുമ്പോ അതിന്റെ പാരീസുള്ള പടമുള്ള ബുക്ക് അങ്ങനെ ഞാൻ അയ്യോ അത് വേറെ അത് ഈ ബ്ലോഗിൽ തികയത്തില്ല. ഈ ബ്ലോഗിലോ തീരത്തില്ല. ഞങ്ങളൊക്കെ മുട്ടനടിയായിരുന്നു. ഇവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഏറ്റവും വലിയൊരു പാര വെച്ചളകിയിരിക്കുന്നത് ഇവിടെ എന്റെ ജീവിതം മാറ്റി മറിച്ച ഇവള് ഞാൻ പ്ലസ് 1 പ്ലസ് 2 ഞാൻ ഇവിടെ 7 ആ സമയത്ത് എന്റെ ബാഗ് തുറന്നത് ഇവള് എനിക്ക് ഏറ്റവും വലിയൊരു പണിയാന്നുള്ള അത് വേറെ അത് ചെയ്യേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. ഓ ഇപ്പൊ എന്തോ വലുത് വരായിരിക്കുന്നത്. എനിക്കാണ് കിട്ടിയത്. അടുത്തത് എന്റെ ഫേവറേറ്റ് ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ ഇപ്പൊ ഫോൺ അയ്യോ എനിക്ക് ആഷ്ന ഹുസൈനിലും നുസൈ അജ്മലിനെ ഇഷ്ടം. പക്ഷെ എനിക്ക് നുസൈ അജ്മലിനെ കുറച്ച് കൂടുതൽ ഇഷ്ടം. രണ്ടുപേരും ഇഷ്ടം. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. കാണാമല്ലോ ഇപ്പൊ എല്ലാരും കാണാം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ കറക്റ്റ് കാണാൻ. അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, അന്നത്തെ ഒരു ഫ്ലോയ്ക്ക് ഞാൻ LLB ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴേക്കും ഓക്കെ LLB ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ നവമീത്ത LLB ആണെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നവമീത്ത LLBയുടെ കാര്യം പറഞ്ഞപ്പം അതിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ LLBക്ക് അങ്ങ് കയറി പോയതാ. അത് കഴിഞ്ഞ് എനിക്ക്
പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ മെയിനായിട്ട് ഞാൻ കാണുന്ന ആരോടാണെങ്കിലും പറയാം, മനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നിനും പോരുത്. LLB എന്നല്ല, ഒന്നിനും പോരുത്. പിന്നെ അവിടെ ഇനി എന്ത് കോളേജ് വൈബ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പരീക്ഷയുടെ തലേന്ന് നമ്മളതിനെ നിങ്ങൾ പരീക്ഷയുടെ തലേന്നൊന്നല്ല, ഞാനിപ്പോൾ എല്ലാ രാത്രിയും റിഗ്രറ്റ് ചെയ്യുന്ന കേട്ടോ. ഞാൻ സത്യം ഉള്ള പോലെ പറയാമല്ലോ, നിങ്ങളും റിഗ്രറ്റ് ചെയ്യും. അതുകൊണ്ട് ഇഷ്ടം അല്ലെങ്കിൽ പോകരുത്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു, ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം, അന്ന് എല്ലാ +2 കഴിയുന്നവർക്കും ഇപ്പൊ എനിക്കാണെങ്കിലും ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തിനു പോകണം, ഏതിന് പോകണം, എനിക്ക് ഗൈഡ് ചെയ്യാൻ ആരില്ല. ഞങ്ങൾക്കൊന്നും അങ്ങനെ ആരും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ മതി എന്നുള്ള രീതിയിലായിരുന്നു നമ്മള് നടന്നു. ഇവളിപ്പം 10th കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഏത് സ്ട്രീം എടുക്കണം, എങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും ഇത്ര അങ്ങോട്ട് ഇതായിട്ട് ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾക്ക് അത്ര വലിയ ആരും വരെ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്തു. ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങണം, അത്രയും പോകും. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നോക്കാന്നുള്ള രീതിയിൽ ഇരിക്കുക. ഇൻഷാല്ലാ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും അപ്പൊ ഞാൻ നിങ്ങളെ അറിയിക്കാം, അപ്പൊ അറിയിക്കാം. അത് പിന്നെന്തുവാ ചോദിച്ചാൽ കലോത്സവത്തില്ല, ഞാൻ ഒരു ഐറ്റം ഏതെങ്കിലും ഭയങ്കര മിസ് ഒപ്പന അല്ലേ? ഏറ്റവും കൂടുതൽ ഒപ്പന. കാരണം നമ്മുടെ കോളേജിൽ ഞാൻ ഇത് വിചാരിച്ചു, ഞാൻ എന്താ ഇത് ഇട്ടെന്നറിയാവോ, എന്തായാലും ഇവരെ എനിക്കറിയാം ഒപ്പന ചവിട്ടുന്നറിയാം. ഞാൻ ഏതെങ്കിലും രണ്ട് ഞാൻ സ്റ്റേറ്റ് പോയോണ്ട് ഇവര് ചവിട്ടുനാടകമായിരിക്കും പറയാന്ന് വിചാരിച്ചു. പക്ഷെ കറക്റ്റ് പറയും. 8th ക്വസ്റ്റ്യൻ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ആൻസർ ഞാൻ സ്കൂളിൽ വിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മെമ്മറീസ് കിട്ടുന്നത്. ഞാൻ കാര്യം പറയട്ടെ, ഇത് രണ്ടും ബെസ്റ്റോപ്പും ബേക്കറി പോകുന്നതല്ല, അതായത് ബേക്കറിയുടെ ഫ്രണ്ടിലാണ് ബെസ്റ്റോപ്പ് തിന്നുന്നതല്ല. കോളേജ് സോറി സ്കൂള് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ഒരു ബേക്കറി ഉണ്ട് നമ്മുടെ ഇവിടെ കുരിശുമൂട് കേട്ടോ, കുരിശുമൂട് മീഡിയ വില്ലേജ് കോളേജിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ബേക്കറി. നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങോട്ട് എന്താ ബസ്സിൽ നമ്മൾ ഒരുമിച്ചാണല്ലോ എല്ലാവരും പോകുന്നത്. അപ്പൊ ഈ നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടി ബേക്കറിയിൽ കുറച്ചേരം ഇരുന്ന് എന്തെങ്കിലും കുപ്പി തന്നെ സെവനപ്പും കട്ട്ലറ്റും അതെല്ലാം കഴിക്കുന്നതിന് പരിപാടി. അതല്ല മനസ്സിലായി, കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ശരിയാവുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ മിസ് ചെയ്യുന്നതല്ല, ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് മെമ്മറീസ് കിട്ടിയ സ്ഥലം അതാ ബേക്കറി. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ചില്ലി ചെയ്യുന്ന സ്ഥലം യൗലു. എന്റെ ഫേവറേറ്റ് ഫുഡ് മന്തി. മന്തി ഭയങ്കര ഇഷ്ടമാണ്. അനീഷ്കായോട് ഞാൻ എപ്പോഴും എനിക്ക് ട്രിവാൻഡ്രംകാരെന്നെ തന്നെ കൊല്ലരുത്. എനിക്കിവിടെ ഞാൻ ഒരുവിധം ഇഷ്ടപ്പെട്ട കടകളിൽ ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ എനിക്കിഷ്ടം കൊല്ലത്ത് അൽശവേല മന്തിയാണ്. അതെന്താന്ന് എനിക്കറിയാം. അതല്ല, പക്ഷെ എനിക്ക് മന്തി എനിക്ക് കോഴിക്കോട് വൈറ്റ് ഹൗസിലെ മന്തി. പക്ഷെ എനിക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് കഴിച്ചിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതും അനീഷിന് ഇഷ്ടപ്പെട്ടതും അൽശവേലയാണ്. എനിക്ക് കുറച്ച് വൈറ്റ് ഹൗസിലെ കുറച്ച് നിങ്ങൾ അൽശവേല കഴിക്കാത്ത അന്ന് അവിടെ വന്നിട്ട് ഞാനും കൊച്ചും തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിങ്ങ് വന്നിട്ടാണോ കഴിച്ചത്? ചൂടുണ്ടായിരുന്നു. എനിക്കിത് എങ്ങനെ ചിക്കൻ ദോശ എടുത്ത് മയണൈസ് ഇങ്ങനെ വെച്ചിട്ട് മന്തി ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ടൊമാറ്റോ ഇഷ്ടമല്ല. പക്ഷെ അതായത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമെന്ന് വെച്ച് പറഞ്ഞു ഒന്നുകൂടി ചോദിച്ചായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മുടെ പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ എപ്പോഴും കപ്സല്ലേ എപ്പോഴും കപ്സല്ല. എനിക്ക് കപ്സയുടെ അടുത്ത ചോദിക്കട്ടെ, എത്ര 38 മിനിറ്റ് ആയി അവര് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ അല്ലാതിരിക്കുമ്പോ എനിക്ക് ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള അല്ലേ. ഇത് തെറ്റിച്ചില്ലേ?
അയ്യോ ഇതിനകത്ത് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, അവർക്ക് കുറച്ചും കൂടി എനിക്ക് കുറച്ച് മുസ്ലിം ആവശ്യമില്ലാതെ ഇപ്പൊ തൽക്കാലം എന്നെ ഇത് ഞാൻ പറയട്ടെ ആൻസർ. കുക്കിംഗ് ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ലേ? ക്ലീനിങ് ചെയ്ത് എന്റെ നാട്ടു ഓടിയുന്ന സാധനം ഞാനത് പിന്നെ ട്രൈ ചെയ്യണം. കറക്റ്റ് നീ ചെയ്യുന്ന കറക്റ്റ് അതാണ് കുക്കിംഗ് ആണ്. ക്ലീനിങ് ശരി, എനിക്ക് അങ്ങനെയല്ല. ഞാൻ ക്ലീനിങ് എന്താ വെച്ചാൽ ചുമ്മാ ഇരിക്കുമ്പോഴും ഇവിടെ തൂത്ത് ഉടച്ചിരിക്കും. എനിക്കാണെങ്കിൽ കണ്ടുപിടിച്ച സാധനം അതാ. ഞങ്ങളുടെ ഇപ്പൊ ഈ ക്യാമറ തിരിച്ചോ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവും. ഞാനും ഫാത്തിയും കിടക്കുന്ന ബെഡും മൊത്തം തറ വലിച്ചിട്ട് ഞാൻ ഒതുക്കാൻ വേണ്ടി ബ്രെഡിന്റെ മേളിൽ ഇപ്പൊ അത്ര നല്ലെങ്കിൽ ഞാൻ പിന്നെയും ജോലി ഒരു പാത്രം എടുത്ത് വെക്കാൻ പറഞ്ഞ വെക്കാത്തവളാ. കെട്ടിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി ജോലി ചെയ്ത് പഠിക്കുന്നത്. പാവിന്റെ പാത്രം അവള് ഹൗസ് ഹെൽപ്പിനെ ആരും കേക്കണ്ട. അതാ ഞാൻ പ്രത്യേകം ചെയ്യുന്ന സാധനമില്ല. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്നില്ലേ? കണ്ടോ? അയ്യോ ഇതിന്റെ കോമഡി കുറെ ഉണ്ട് അതിന്. പിന്നെ നല്ല വെളുത്തിട്ടാ, എന്നാലും എന്തെങ്കിലും അതാ പറഞ്ഞ ഒന്നും ഇട്ടിട്ടില്ല, എന്നിട്ട് ഇത്രയും കളറാ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോ ഒരു ലോഡ് ഫൗണ്ടേഷൻ വാരി അങ്ങ് പൊത്തിട്ട് പിന്നെ ഒരുമാതിരി കളപ്പാറ്റി പോലെ പിന്നെ ഇരിക്കുന്നത്. ക്യാമറ കാണുമ്പോഴത്തേനും കുറച്ച് ഭംഗിക്കായിട്ട് പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ട്രോളെന്ന് ഞങ്ങൾ അനീഷ്ക തന്നെ. കെട്ടിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രോളും. അപ്പൊ ഞാൻ അധികം ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേനും എന്റെ അടുത്ത് പറയും തുടച്ച് മുഖത്തെല്ലാം തുടച്ച് വന്നിട്ട് പോകുന്നു പറയും. അപ്പൊ ഇപ്പൊ പിന്നെ ഇതിന്റെ സമയം കിട്ടുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് വീഡിയോ പെട്ടെന്ന് ഒരു ഐഡിയ ഞാൻ ലാസ്റ്റ് ബസ്സിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെന്തുവാ? ക്രാഫ്റ്റ്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ സമയം കിട്ടാൻ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇരുന്നപ്പോ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം, പിന്നെ മെനക്കെട്ടിരിക്കണം, അങ്ങനെ പണിയെടുക്കണം, അങ്ങനെ കുറച്ച് ആ സമയം ഉണ്ടെങ്കിൽ ഇവിടെ തറ കൊടുക്കും. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പം ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ അതും കൂടെ വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രോ വീഡിയോയിൽ, അതും കൂടെ വിചാരിച്ചിട്ട് ആ ബ്ലോഗ് ഞാൻ അതിനകത്തൊക്കെ കാണിക്കണം എന്നൊക്കെ. അപ്പം മറ്റു ക്വസ്റ്റ്യനും കഴിഞ്ഞു. ആരാ ജയിച്ചേ? ഈക്വലാണോ? ഇതിന് 2 മാർക്ക്. 9 രണ്ടുപേരും ഈക്വൽ. എന്നാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ജ്യൂസ് ഐറ്റം അല്ല ഓറഞ്ച് 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 ഗസ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് ആയിട്ടോ? ലൈം അല്ല, ഓറഞ്ച്. ഓറഞ്ച് ഭയങ്കര, ഓറഞ്ച് മാംഗോ ഇഷ്ടം, പക്ഷെ ഓറഞ്ച് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടം. പാർട്ടിക്കാണെങ്കിൽ ലൈം ജ്യൂസ്, അത് വിത്ത് സോൾട്ട് ഇട്ട് മാത്രമേ അത് കഴിക്കാറുള്ളൂ. എന്താ പറയുന്നില്ല. 41 മിനിറ്റ് ആയി. ഞാൻ ഇതിന്ന് എവിടെ കട്ട് ചെയ്യാൻ ഇച്ചിരി എവിടെയെങ്കിലൊക്കെ കാണും. ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ ഇടാൻ കേട്ടോ, നിങ്ങൾ അല്ലെങ്കിൽ ബോറടിച്ച് ചാവും. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. പിന്നെ സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ടോ? ബെൽ ബട്ടൺ ബെൽ ബട്ടൺ ബെൽബട്ടൺ അങ്ങനെ വരും? അറിയാമോ? ഞാൻ തോന്നുന്നു നോക്കിയിട്ടില്ല കേട്ടോ. ബെൽബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് നെക്കിയേക്കണേ. നെക്കിയിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇവർ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലും എനിക്ക് പാരിസ് ചെയ്യുന്ന വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് നിങ്ങളെ കാണിക്കാൻ പറ്റും. അത് എനിക്ക് പാരിസിൽ നിന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലാസ്റ്റ് വരെ ഉണ്ടാവണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.